അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരും കൂടെ അനുമോളെ നാണം കെടുത്തി വിട്ടു എന്ന് വേണം പറയാൻ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബിഗ് ബോസിൻ്റെ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ്സ് എല്ലാം ഈ ചാനൽ പടപെടാന്ന് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക. അങ്ങനെ ആദ്യത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ചെയ്തൊരു കാര്യം വളരെ ചമ്മലായിട്ട് തോന്നി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യം എല്ലാവരും മുമ്പിൽ വെച്ച് പറയുക. അതാണ് മോർണിംഗ് ആക്ടിവിറ്റി. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ശരണ്യൊക്കെ വന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരി മറ്റേ അക്ബറെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞതിനെ കുറിച്ചൊക്കെ വർത്താനം പറഞ്ഞിട്ടൊക്കെ പോയിട്ടോ. അതിനുശേഷം നമ്മുടെ രഞ്ജിത്ത് വന്നായിരുന്നു. രഞ്ജിത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ജിയോ ഹോട്ട്സ്റ്റാറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ റെഡിയായി നിൽക്കുമ്പോഴേക്കും ഒരു കോളിംഗ് ബെല്ലിൽ ഒച്ച കിട്ടും. പോയി തുറന്നു നോക്കിയപ്പോഴേക്കും ഞാൻ വന്ന് വീട്ടിൽ നിൽക്കുവാണ്. അത്ര പെട്ടെന്ന് എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചമ്മലാക്കുന്ന രീതിയിലൊന്നും എനിക്ക് ക്യാമറേൻ്റെ മുമ്പിൽ ചെയ്യാൻ സമയം കിട്ടില്ല എന്ന് പറഞ്ഞ് പുള്ളീൻ്റെ രോദനം പറയുമായിരുന്നു. അതേ സമയത്ത് എല്ലാവരും കൂടെ ഒച്ചയും വിളക്കെ ആയിരുന്നപ്പോഴേക്കും പുള്ളി പകുതി എനിക്ക് പോയി, ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയി. കുറച്ച് ഓവറായിരുന്നു പുള്ളി സത്യത്തിൽ പറയുകയാണെങ്കിൽ. ഇതുകൊണ്ടായിരിക്കാം ആദ്യത്തെ ആഴ്ച എവിക്റ്റായി പോയത്. അടുത്തായിട്ടാണ് അനുമോൾ വരുന്നത്. അനുമോൾ വന്നിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രേണു ചേച്ചിൻ്റെ തലയിൽ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയില്ലേ, അത് എനിക്ക് വളരെ ചമ്മലായിട്ട് ഫീൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ബിഗ് ബോസ് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്തൊരു കാര്യം എനിക്ക് ചമ്മലായിട്ട് തോന്നിയത്. പക്ഷെ ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രേണു ചേച്ചിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാര്യത്തെക്കുറിച്ച് ചമ്മലുണ്ടായിട്ടുള്ളത്. പക്ഷേ അനുമോൾക്ക് വലിയ ചമ്മലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, അനുമോൾ ടാസ്ക് മനസ്സിലാക്കി കളിക്കുന്നു. അതേപോലത്തെ ബാക്കി എല്ലാവരും പറയുന്നുണ്ട് ടാസ്ക് മനസ്സിലാക്കി കളിക്കുന്നു. ലാസ്റ്റ് അനുമോൾ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല ബിഗ് ബോസ്, ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അനുമോളുടെ മാസം കാണിച്ച് അനുമോൾ ഇറങ്ങിപ്പോയി. അതേസമയത്ത് അക്ബർ പറയുന്നുണ്ട്, അയ്യോ ക്യാമറ ഉണ്ടെന്ന് വിചാരിച്ച് ചെയ്യാത്ത ഒരാൾ എത്ര കാര്യങ്ങളാണ് ചെയ്ത് കൂട്ടിയേക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും കൂടെ ക്രൂശിക്കുന്നുണ്ട് കേട്ടോ അനുമോളെ. പക്ഷേ അനുമോള് സത്യം പറഞ്ഞാൽ കുറച്ച് ഓവറായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു കലാപരിപാടി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷാനവാസ് കയറി വന്നിട്ടുണ്ട്. ഷാനവാസ് ഇനി എന്ത് പറഞ്ഞു എല്ലാം അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ.